തിരിച്ചു വേണമെങ്കിൽ അതാണ് അല്ലു അർജുനെ ജയിലിലടക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി സർക്കാരിനോ തെലങ്കാന പോലീസിനോ ഉണ്ടോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഇന്ന് കണ്ടത്. പ്രത്യേകിച്ച് BRSും BJPക്കും ഒക്കെ ഇത് രാഷ്ട്രീയമായി തന്നെ വിമർശനം ഉന്നയിച്ചു. പക്ഷേ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പറയുന്നത് നിയമത്തിന്റെ വഴിക്കെന്നാണ്. പക്ഷേ ധൃതി പിടിച്ചുള്ള അറസ്റ്റ് അല്ലെങ്കിൽ ഈ ഹർജികളൊക്കെ കോടതിയിൽ നിൽക്കുമ്പോൾ തന്നെയുള്ള ഈ നീക്കങ്ങളൊക്കെ അത് ഒരു അസ്വാഭാവികത അല്ലെങ്കിൽ ഈ പോലീസ് നടപടിക്കൊക്കെ സർക്കാരിൻ്റെ കൂടി മൗനാനുവാദം ഉണ്ടായിരുന്നു എന്ന് ചിന്തിപ്പിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും സർക്കാരിന്റെ മൗനാനുവാദമുണ്ട് എന്ന് ഉറപ്പിക്കുന്നത് തന്നെയാണ് കോടതിയിൽ നടന്ന വാദം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിപ്പെട്ടിരിക്കുന്നത് ഒരു നടനാണ്. അദ്ദേഹം നേരിട്ടൊരു ഉദ്ദേശത്തോടെ നടത്തിയ ഒരു ക്രൈം അല്ല. ആ വസ്തുത മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ജാമ്യത്തിനുള്ള പഴുത് എന്തായാലും പബ്ലിക് പ്രോസിക്യൂട്ടർ നൽകും, അല്ലെങ്കിൽ ആ ജാമ്യത്തിനെ വലിയ തോതിലൊന്നും എതിർക്കില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷേ ഹൈക്കോടതിയിൽ ഈ വാദം 1 മണിക്കൂർ 40 മിനിറ്റ് ഒക്കെ നീളുക എന്ന് പറഞ്ഞാൽ അത് സർക്കാരിന് കൃത്യമായി ഈ കേസിൽ അല്ലു അർജുൻ ജയിലിലാകണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് വാദം കോടതിയിൽ നടന്നത്. ഏത് തരത്തിലൊരു പ്രതിരോധം തീർത്താലും അല്ലു അർജുന് ജാമ്യം ലഭിക്കുന്ന ഒരു ലൂക്ക് ഹോൾ വന്നാലും അദ്ദേഹത്തിനോട് അത് ഒരു നിലയ്ക്കും ലഭിക്കരുത് എന്ന തരത്തിൽ, കാരണം അദ്ദേഹത്തിനോട് അവിടെ എത്തരുത് എന്ന് പറഞ്ഞിരുന്നതായി പറയുന്നു. അപ്പോൾ കോടതി തിരിച്ച് അതിന്റെ ഏതെങ്കിലും രേഖകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. രേഖകൾ ഉണ്ട്, എന്നാൽ അത് തിങ്കളാഴ്ച ഹാജരാക്കും, ഇപ്പോൾ കഴിയില്ല എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നു. അപ്പോൾ കേസ് ഏതെങ്കിലും തരത്തിൽ നീട്ടിവെക്കാൻ, കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെയും മറ്റന്നാളും കേസ് പരിഗണിക്കില്ല. അങ്ങനെ തിങ്കളാഴ്ചത്തേക്ക് ഇത് മാറ്റിവെക്കാൻ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് കേസ് മാറ്റിവെക്കാം. ഒരു തരത്തിലും അല്ലു അർജുന് ജാമ്യം ലഭിക്കരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോട് കൂടി തന്നെയുള്ള പ്രതികരണമാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, അത് അത്തരത്തിലാണ് എല്ലാത്തിലും കാണുന്നത് എന്നാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് ഈ ഒരു അറസ്റ്റിന്റെ തന്നെ ആവശ്യകത എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ നാളെ വലിയ ചോദ്യമായി ഉയർന്നു വന്നേക്കാം. കാരണം ഒരു വലിയ ക്രൈം നടത്തുന്ന ഒരു നടനാണ് എങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിനെ നീതീകരിക്കാൻ കഴിയും, അതിനെ പറഞ്ഞു നിൽക്കാൻ കഴിയും. പക്ഷേ ഇത് സ്വാഭാവികമായി ഉണ്ടായിപ്പോയ ഒരു അപകടമാണ്. ആ അപകടം സത്യത്തിൽ അല്ലു അർജുൻ ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു എന്ന വസ്തുത വച്ചുകൊണ്ട് തന്നെ പറയണം. അല്ലു അർജുൻ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അത് അങ്ങനെ നിൽക്കുമ്പോഴും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പാണ് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കെ അറസ്റ്റ് ചെയ്ത് അത് ജയിലിലേക്ക് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിലേക്ക് കൊണ്ടുപോകുന്നു. വൈകിട്ട് കേസ് പരിഗണിക്കാനിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തിരക്കിട്ട് തന്നെ അത് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ അല്ലു അർജുനെ ഹാജരാക്കുന്നു. അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഉണ്ടായത്. അതിൽ അല്ലു അർജുന്റെ അഭിഭാഷകർ അല്പം പതറിപ്പോയി എന്നുള്ളത് ശരിയാണ്. ഒരു ഘട്ടത്തിൽ ഈ കേസിന്റെ FIR തന്നെ റദ്ദാക്കണം എന്ന് അല്ലെങ്കിൽ അത് ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിടത്തു നിന്നാണ് പിന്നീട് ഇടക്കാല ജാമ്യമെങ്കിലും അനുവദിക്കണം എന്ന രീതിയിലേക്ക് ഈ വാദം പോയത്. അതുകൊണ്ട് തന്നെ അല്ലു അർജുനെ അത് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല സിനിമാ മേഖലയിൽ നിന്ന് കടുത്ത വിമർശനമാണ് സർക്കാരിനെതിരെ ഉയരുന്നത്. BRSും BJPയും ഒക്കെ കടന്നാക്രമിക്കുന്നുണ്ട് രേവന്ത് റെഡ്ഡി സർക്കാരിനെ. അപ്പോൾ അത്തരത്തിൽ പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രമുഖരൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി സിനിമയും രാഷ്ട്രീയവും തമ്മിൽ അത്രമേൽ ഇടചേർന്ന ബന്ധമുള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ അത്തരത്തിൽ ഒരു അറസ്റ്റ് നടക്കുമ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. എന്തായാലും അല്ലു അർജുന്റെ ആരാധകരൊക്കെ ഈ ജയിലിന് മുന്നിൽ കൂടിയിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ എന്തായാലും ആഹ്ലാദിച്ച് മടങ്ങിപ്പോകാനാകും ഗോകുൽ. തീർച്ചയായും അല്ലു അർജുന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നു. ആശ്വാസകരമായ വാർത്തയാണ് താരത്തിനെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും ജയിലിലടയ്ക്കാൻ റിമാൻഡ് ചെയ്ത ഉത്തരവിന് ശേഷമാണ് തെലങ്കാന ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് അല്ലു അർജുന് ആശ്വാസകരമായ തീരുമാനം അല്ലെങ്കിൽ വിധി ഉണ്ടാകുന്നത്.